ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സൈക്കോളജിയിലെ കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ഒന്ന്, വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആത്മബോധം, ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നീ ആശയങ്ങൾ മുന്നോട്ട് വെച്ചതാര്? ഉത്തരം കാൾ റോജേഴ്സ്. രണ്ട്, നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയുക, വികാരങ്ങളെ നിയന്ത്രിക്കുക, ബന്ധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, ഇവ മൂന്നും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വൈകാരിക ബുദ്ധി. മൂന്ന്, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം RPWD ആക്ട് 2016 പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത്? ഉത്തരം 20. നാലാമത്തെ ചോദ്യം, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയിരുന്നാൽ അയാളുടെ ബുദ്ധിമാപനം IQ എത്രയായിരിക്കും? ഉത്തരം 80. 5, ബഹുമുഖ ബുദ്ധി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ്? ഉത്തരം ഹവാർഡ് ഗാർഡനർ. ആറാമത്തെ ചോദ്യം, ഗസ്റ്റാൾട്ട് പഠന സിദ്ധാന്തത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ: സദൃശ്യ നിയമം, ബി സാമീപ്യ നിയമം, സി പരിപൂർത്തി നിയമം, ഡി സന്നദ്ധതാ നിയമം. ഉത്തരം സന്നദ്ധതാ നിയമം. ഡിസ്ലെക്സിയ എന്ന പദം അർത്ഥമാക്കുന്നത്? ഓപ്ഷൻസ്: വായനാ വൈകല്യം, ലേഖന വൈകല്യം, ഗണിത വൈകല്യം, സംസാര ഭാഷാ വൈകല്യം. ഉത്തരം വായന വൈകല്യം. സർഗാത്മകതയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷൻ: ഒഴുക്ക്, ഫ്ലുവൻസി, അയവ്, ഫ്ലെക്സിബിലിറ്റി, സി തനിമ, ഒറിജിനാലിറ്റി, ഡി വസ്തുനിഷ്ഠത, ഒബ്ജക്റ്റിവിറ്റി. ഉത്തരം വസ്തുനിഷ്ഠത. ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ കുട്ടികളിലെ വൈകാരിക വികാസം, ഓപ്ഷൻ ബി കുട്ടികളിലെ ധാർമ്മിക വികാസം, ഓപ്ഷൻ സി കുട്ടികളിലെ ശാരീരിക വികാസം, ഓപ്ഷൻ ഡി കുട്ടികളിലെ വ്യക്തിഗത വികാസം. ആൻസർ: കുട്ടികളിലെ വൈകാരിക വികാസം. തുടർ മൂല്യനിർണ്ണയത്തിന് അനുയോജ്യമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ബോധന സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ബി ക്ലാസ് ടെസ്റ്റുകൾ നടത്തുന്നത്, സി വാർഷിക പരീക്ഷ നടത്തുന്നത്, ഡി പോർട്ട്ഫോളിയോ വിലയിരുത്തുന്നത്. ഉത്തരം വാർഷിക പരീക്ഷകൾ നടത്തുന്നത്. താഴെ പറയുന്നവയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ സവിശേഷത അല്ലാത്തത്? ഓപ്ഷൻ എ പൊരുത്തപ്പെടാനുള്ള പ്രയാസം, ബി ശരാശരിയിൽ ഉയർന്ന ബുദ്ധിശക്തി, സി ശരാശരിയിൽ താഴ്ന്ന ബുദ്ധിശക്തി, ഡി താഴ്ന്ന അക്കാദമിക നിലവാരം. ഉത്തരം ശരാശരിയിൽ ഉയർന്ന ബുദ്ധി. തന്നിരിക്കുന്നതിൽ വ്യവഹാരവാദി അല്ലാത്തത് ആര്? ഓപ്ഷൻ എ ഇവാൻ പി പാവ്ലോവ്, ബി BF സ്കിന്നർ, സി JB വാട്സൺ, ഡി കാർട്ട് ലെവിൻ. ഉത്തരം കാർട്ട് ലെവിൻ. അടുത്ത ചോദ്യം, മനു ശിക്ഷയെ ഭയന്ന് അനുസരണ കാണിക്കുന്നത് ധാർമ്മിക വികാസത്തിന്റെ ഏത് തലത്തിലാണ് അവനുള്ളത്? ഓപ്ഷൻസ്: പൂർവ വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിത തലം, വ്യവസ്ഥാപിതാനന്തര തലം, അവ്യവസ്ഥാപിത തലം. ഉത്തരം പൂർവ വ്യവസ്ഥാപിത തലം. വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് ആൽപോർട്ട് മുന്നോട്ട് വെച്ച ആശയം ചുവടെ കൊടുത്തതിൽ ഏത്? ഓപ്ഷൻ എ ധാർമ്മിക ധർമ്മസ്ഥിരത, ബി ധർമ്മസ്വാശ്രയത്വം, സി ധർമ്മ മനസ്ഥിതി, ഡി ധർമ്മപരത. ഉത്തരം ധർമ്മസ്വാശ്രയത്വം. ഒരു വിദ്യാർത്ഥി കേന്ദ്രീകൃത ക്ലാസ് മുറിയിൽ സാധാരണയായി കുട്ടികൾ പഠിക്കുന്നത്? ഓപ്ഷൻ എ വ്യക്തിഗതമായി, ബി കൂട്ടമായി, സി വ്യക്തിഗതമായും കൂട്ടമായും, ഡി പ്രധാനമായും ടീച്ചറിൽ നിന്ന്. ഉത്തരം വ്യക്തിഗതമായും കൂട്ടമായും. വൈകാരിക ബുദ്ധിയെ പറ്റി വിശദമായി പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത്? ഓപ്ഷൻ എ ആൽഫ്രഡ് ബിനെ, ബി ഡാനിയൽ ഗോൾമാൻ, സി ചാൾസ് സ്പിയർമാൻ, ഡി ഹവാർഡ് ഗാർഡനർ. ഉത്തരം ഡാനിയൽ ഗോൾമാൻ. പിയാഷെയുടെ വൈജ്ഞാനിക വികാസവുമായി ബന്ധപ്പെടുത്തി കുട്ടി വസ്തുസ്ഥിരത അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ് കൈവരിക്കുന്ന ഘട്ടം ഏത്? ഓപ്ഷൻ എ ഇന്ദ്രിയ ചാലക ഘട്ടം, ഓപ്ഷൻ ബി പ്രാക് മനോവ്യാപാര ഘട്ടം, ഓപ്ഷൻ സി ഔപചാരിക മനോവ്യാപാര ഘട്ടം,
ഓപ്ഷൻ ഡി മൂർത്ത മനോവ്യാപാര ഘട്ടം. ഉത്തരം എ ഇന്ദ്രിയ ചാലക ഘട്ടം. അടുത്ത ചോദ്യം. ഗണിത വിഷയത്തിലുള്ള രാജന്റെ കഴിവുകൾ കൊണ്ട് അവൻ ഭൗതിക ശാസ്ത്രം പഠിക്കുന്നതിന് അതീവ താല്പര്യം കാണിക്കുന്നു. ഇത് ഏതു തരം പഠനം മൂലമാണ്? ഓപ്ഷൻ എ പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓപ്ഷൻ ബി നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓപ്ഷൻ സി ശൂന്യ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് അഥവാ സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓപ്ഷൻ ഡി ബലാറ്ററൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഉത്തരം പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. താഴെ പറയുന്നവയിൽ ആരാണ് മീനിങ്ഫുൾ റിസർച്ചേഷൻ ലേണിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ ജീൻ പിയാഷെ. ഓപ്ഷൻ ബി വൈഗോട്സ്കി. ഓപ്ഷൻ സി ഡേവിഡ് ഓസബൽ. ഓപ്ഷൻ ഡി ആൽബർട്ട് ബന്ദൂര. ഉത്തരം ഓപ്ഷൻ സി ഡേവിഡ് ഓസബൽ.